ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ നാദാപുരത്ത് തന്നെയുള്ള നമ്മൾ ഇന്നലെ കിടന്ന റൂമിൽ തന്നെയുള്ള അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും നാദാപുരം കാഴ്ചകളും ഞങ്ങളിവിടെ വന്നതിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. എല്ലാവരും ഫുള്ളായിട്ട് കാണും കേട്ടോ. നാദാപുരത്ത് നിന്ന് വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ ആരെങ്കിലും കണ്ട ആരെങ്കിലുമൊക്കെ പരിചയപ്പെടാം അല്ലേ. നാദാപുരത്തുകാരൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നവരുണ്ട് നാദാപുരത്ത്. താഴത്തേക്ക് പോകാം. മിന്നും കുഞ്ഞും താഴെ പോയിക്കാവല്. കുഞ്ഞിനെന്തോ ദോശയായിട്ടോ എന്തോ ഉണ്ടെന്നുണ്ട്. അങ്ങനെ കുഞ്ഞിന് ഫുഡ് കൊടുക്കുക. ഒരു താഴത്തേക്ക് പോയിക്കാം, ചെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഗ്രൈൻഡർ. ഗ്രൈൻഡർ എന്ന് പറയും. ഇതിങ്ങനെ സ്വിച്ച് ഇട്ടാൽ കറങ്ങും. ഒന്ന് സ്വിച്ച് ഇട്ട് പോയിക്കോട്ടെ. ഇതാ ഇതിങ്ങനെ കറങ്ങും. ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ അരി ഇങ്ങനെ അരഞ്ഞു വരും. കോഴിക്കോടുകാരെല്ലാം കാണട്ടെ. സ്പെഷ്യലി നരിക്കുനിയും പുല്ലാളൂരൊക്കെ ഉള്ളവര് അവിടെ ഇതില്ലാലോ. ഏത്? ഓ എന്നാ എന്തത്? നിങ്ങളല്ല, നിങ്ങൾ കിട്ടിയില്ല. അത് മറ്റേ ജിലുവിന്റെ അവിടെ കണ്ടല്ലേ. ആ അപ്പൊ ഇതിപ്പോ ഇത് കണ്ടുവല്ലോ. ഇപ്പൊ ഇനി ഇത് വേണമെന്ന് അറിയാലോ. ഡേഡിയാ ചിക്കൻ ഇടുക. ചിക്കനെ ഇല്ല ഇടുക. ഇത് പിന്നെ ഇത് വാങ്ങുമ്പോ ചിക്കൻ കിട്ടുവോ? അല്ല ചിക്കൻ നമ്മൾ ഇടണോ? അതിന്റെ കൂടി കിട്ടൂല. അപ്പൊ ഗൈസ്, കല്ലുമ്മക്ക ഇതാ നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ഇത് കല്ലുമ്മക്ക ഇഷ്ടാന്നങ്ങ് പറഞ്ഞു പോയി. അതുകൊണ്ട് ഇപ്പൊ കുടുങ്ങിയിട്ടുള്ള ഇതാ. അപ്പൊ നിങ്ങളറിയാം, മിന്നും അറിയാം. ഇതാ ഇവിടുത്തെ അടുക്കളയിലൊരു തൂണ്. ബാക്കിയെല്ലാം വേണം ഇതൊക്കെ. തൂണും ഇനിയിപ്പോ നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കേണ്ടി വരുവാ. അതായിപ്പോ എനിക്ക് ബേജാ. വേറൊരു അടുക്കളയിൽ ഇവിടെ കാറ്റിക്കൂടാ. വേറൊരു അടുക്കളയിൽ വന്നാ കുടുങ്ങി. ഇടാ ഇടാ. അപ്പൊ ഇതാണ് ഗൈസ് ടയർ പത്തല് എന്ന് പറയുന്നത്. ഇത് മൂടി വെക്കുന്ന ഇപ്പം തുടങ്ങിയതാ. ആദ്യമൊന്നും ഇങ്ങനെ ഇല്ലേനല്ലോ. എന്താ വീഡിയോ കണ്ടാലൊന്ന് ഉഷാറാക്കുന്ന എന്താ കുറുമ്പതാണ് കാര്യമൊക്കെ മതി. ഇത് ഓപ്പൺ എയർ എടുക്കളയാ അല്ലേ. പുകയല്ല ആകാശത്തേക്കാ പോവാ ഒരു പ്രത്യേക തരത്തിൽ. പുക പോവാനൊരു പ്രത്യേക തരം ഇതാ ഒഴിവെല്ലാം ഉണ്ട് ഇവിടെ അല്ലേ. ഈലോടി പുക പോകണ്ട, മുകളിൽ കൂടിയാ പോകണ്ടേ. ചേച്ചി എൻ്റെ സ്പെഷ്യൽ കണ്ടുപിടുത്തങ്ങളാ. ഇതിന്റെ മുകളിൽ വെക്കുന്നല്ലേ. ഒരു സംശയം, ഇത് പൊട്ടി 10 താഴെ വീഴുവോ? ഇതിങ്ങനെയാ, തിരിച്ചല്ലേ. നിങ്ങള് അങ്ങനെ ഇങ്ങനെ ആക്കും. ഉരുട്ടൊന്നുമില്ലേ? അപ്പൊ ഗൈസ്, ഇവിടെ പിന്നെ കിട്ടാ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്. നമുക്കൊരു വിചാരിച്ച സാധനം ആണെന്ന് പറയില്ലേ വിചാരിക്കുന്നത്. കോലായിലിടുവാൻ ഒരു ഊഞ്ഞാല് വാങ്ങണം. എന്ത് അല്ല, ഇന്ന അതിന് ഇനി കവർ വാങ്ങി ഇനി നാണം കെടുത്തല്ലേ. ചോറ് കൊണ്ടുപോവാനാ. ഒരു പുരയിൽ വന്ന ആദ്യം ഇവള് കവറാ ചോദിക്കുക. ഏതാ ഇവനിപ്പം ഏതാ കവറ് കണ്ട് കുട്ടാപ്പി വരുന്നിക്കഥ. കുട്ടാപ്പിക്ക് കവര് വേണം. ഇനി അതിലിട്ട് കൊണ്ടുപോട്ടെ ആള്. ഇനി കവറിലിട്ട് കൊണ്ടുപോട്ടെ. ആണോ? അപ്പൊ ഗൈസ്, നല്ല ടയർ പത്തില് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറി അല്ലേ വേണ്ട, തലേന്നത്തെ മത്തിക്കറിയാ അയിലക്കറിയാച്ചാലും വേണ്ടി. പിന്നെ എത്ര വത്തില എടുത്താന്ന് തിരിയാണ്ടിക്കല്ല, മുറിച്ചിട്ട് കളഞ്ഞതാ. ഇതാ
ഇവിടെ എടുക്കുന്ന ഇല്ല ഇല്ല ആരെയും ഓ. അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് മറിയച്ച അല്ല നിങ്ങളെ ആ റാബിയച്ച. നമ്മള് ആക്രി എടുക്കുന്ന കാലം തൊട്ട് വീഡിയോ കാണുന്നല്ലേ അല്ലേ? അതെ പറയൂ ഇതെന്തൊക്കെ വിശേഷങ്ങള്? സുഖല്ലേ? അതെ അത് തന്നെ. അപ്പോൾ റാബിയ ചാനലിലെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളെ യൂട്യൂബറിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. റാബിയ ചാനൽ പോലെയുള്ള അല്ലേ? അതെ. നിങ്ങൾ എല്ലാ വീഡിയോ കാണലുണ്ട്? കമന്റ് ചെയ്യലുണ്ട് നിങ്ങള്? കമന്റ് നിങ്ങൾ അങ്ങനെ റാബിയ ചാനൽ കൊച്ചാക്കല്ലേ അല്ലേ? ഫോൺ കിട്ടിയിട്ട് അതെ 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 അതെ. റാബിയ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, മോനെ ഇതെല്ലാം ഉള്ളതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഹാപ്പി ആയി നിക്കുന്നത് അല്ലേ? ഇല്ലേ നമുക്ക് എപ്പോ വരാതായി പോയി കഴിഞ്ഞാൽ നല്ല ലൈക്ക് ഉള്ളതാ. അത് തന്നെ അല്ലേ? നമ്മളിങ്ങനെ ഓരോ ടെൻഷൻ അടിച്ച് നിന്നിട്ട് കാര്യമില്ല. അത് തന്നെ അത് തന്നെ. നല്ല ഹാപ്പി ആയിട്ടില്ലേ? അതിനുശേഷം എടുത്തില്ല. അതിനുശേഷം ഇതാ വരിക. അടുത്ത നമ്മള് ചേച്ചി ഒളിച്ചു കളയാന്നാ. നിങ്ങൾ മേക്കപ്പ് ഇടാൻ പറഞ്ഞാ എന്ത് അപ്പൊ എന്ന് പറഞ്ഞാല് എന്താ പറയാ, നമ്മളെ വീഡിയോ കുറെ കാലമായിട്ട് കാണുന്ന കാണുവാന്നൊക്കെ പറയുന്നത് അല്ലേ? ഭയങ്കര ഒരു ഹാപ്പി ഉള്ള ഒരു സംഭവമാണല്ലോ. ഇവിടെ വരണമെന്ന് കുറേ ആയി. ഇപ്പോൾ കറക്റ്റ് നിങ്ങളെ വാഷിംഗ് മെഷീൻ അപ്പോൾ ഇവിടെ വരണമെന്നെല്ലാം കുറേ വിചാരിക്കുന്നത്. അതുപോലെ ഇനി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകാനുണ്ട് ഇല്ല കുഞ്ഞാലിക്ക? അതെ ഞങ്ങള് അതെ കുഞ്ഞാലിക്ക പിന്നെ LPന്റെ ഷർട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് LPയിൽ ഷെയർ ആയിട്ടുണ്ടോ? എന്തെന്ന് എന്ത്? ഓ പിന്നെ റാബിയ വീഡിയോയിലെല്ലാം വന്ന് ഓളാരാന്ന് അറിയില്ലേ? അതും ഐറ്റകള് കാരണം അല്ലേ? നാലാൾ അറിയട്ടെ. ഐറ്റ മോശപ്പെട്ട ഒന്നല്ലോ അല്ലേ? നല്ലല്ലേ? അത് തന്നെ. അപ്പൊ റാബിയ അങ്ങനെ ഫേമസ് ആകട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പിന്നെ പോവാനുണ്ട് ഒരു സ്ഥലത്ത്. എന്ത്? നല്ല രസമുണ്ട് അല്ലേ? നിങ്ങള് പിന്നെ മേക്കപ്പ് ആറ്റം ചെയ്തോ? പ്രത്യേക ഒരു തിളക്കം എന്താ? എല്ലാം നിങ്ങളെ വിളിച്ച് അതിന്റെ താഴെ നിന്നിട്ടല്ലേ പറഞ്ഞ പോലെ. അപ്പൊ ഗൈസ് മിന്നുവിന്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട്? ആസിച്ചാൻ്റെ വക ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇന്നോ എന്താ സൂപ്പർ ആയിക്കിട്ടാ, നല്ല സെലക്ഷനാ. ഞാൻ വിചാരിച്ചു എനക്ക് മാത്രമാണ് നല്ലത് എടുക്കുന്ന അറിഞ്ഞുകൂടുന്നതിനു. നല്ല അടിപൊളി ആയിക്ക്, നല്ല രസമുണ്ട്. എനിക്ക് റെഡ് നല്ല മാച്ചാണ് അല്ലേ? സൂപ്പർ ആയിക്ക്. റെഡില്ല, സൂപ്പർ. ഇത് എവിടുന്ന് എടുത്ത നല്ല കടയാണല്ലോ ഇതില്ലേ? അർഷിത കട്ട് പീസ് സെൻറ്റർ, നാദാപുരത്തിന് അർഷിത എന്ന് പറഞ്ഞ ഷോപ്പാ. അർഷിതയിലൊന്ന് പോണല്ലോ, എന്നാല് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവുമെങ്കിൽ. എന്നാ പോവല്ലേ? ഇതെല്ലാം എടുത്തോ. അപ്പം ഗൈസ് നമ്മളെ ഡ്രസ്സും കൂട്ടുകാരെല്ലാം എടുത്ത് നമ്മൾ ഇറങ്ങുക. ഏത് ഇതിൽ തന്നെ ഇതും വെക്കാനാ? ഓ ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഗൈസ് ഇതാണ് നബീസ്ച അല്ലേ? എന്തല്ല വിശേഷം? അതാണ് ഇപ്പൊ നബീസ് ചാനലെല്ലാം കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ എവിടെയാ കറക്റ്റ് പോരാ? പേരോട് അല്ലേ? പേരോട് നീ വീഡിയോ കാണുന്ന ആരെങ്കിലും ടൗണിൽ തന്നെ? അതാ പറഞ്ഞേ. ഇനിയിപ്പോ എന്തായാലും എല്ലാവരും കമ്പനി ആയില്ലേ അല്ലേ? ഇൻഷാ അല്ലാ. എല്ലാവരും നമ്പർ ഇവിടെ ലിസ്റ്റ് നോട്ടിൽ എഴുതി വെക്ക്. ഇൻഷാ അല്ലാ. മാഷാ അല്ലാ. എന്തായാലും സന്തോഷായി അല്ലേ? അതെ 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 അതെ. പോവുക, നിങ്ങൾ ഭയങ്കര തിരക്കാണല്ലോ. മെല്ലെ പോവാ. പോവുക.
വൈകുന്നേരം പോവാ. നിന്നെ പണ്ടേ വഞ്ചെത്തിയ ഇവിടെ വന്നേരം ഒന്നും കൂടി നന്നായി. ഞാനാ കുറച്ച് ഉണങ്ങിയത് അല്ലേ? എന്നാ പോകാല്ലേ? ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. എന്റെ കുട്ടാപ്പി എണീക്കുമ്പോ പുതിയ പുതിയ ആൾക്കാരെ അവൻ കാണുന്നത്. ഇതെന്താ സംഭവം ഒന്നും ചെയ്യുന്നില്ല. ഇതെന്നാ നബീസ് ഞങ്ങൾ കോരിയിടുന്ന നിങ്ങൾ കവറുണ്ടോ നിൽക്കാം? കവറിൽ കൊണ്ടുപോകുന്നയാ? എന്നാ മന്തി ഞങ്ങൾ വെച്ചാ നിങ്ങളാ വെച്ചേ? ഉഷാറായിക്കേ. അപ്പോൾ ഇത് ചൂടായിക്കേ. ഞാൻ ഇവിടെ എല്ലാം കൂടി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അടുക്കളയിൽ നമ്മളാണ് ഫ്രണ്ട്സ് ഉള്ളത്. നല്ല കളറല്ല മഞ്ഞപ്പൊടി ഇട്ട് നിങ്ങളില് ഇത് ശരിക്കാരാ വെച്ച? നിങ്ങൾ ക്രെഡിറ്റ് ഏറ്റെടുക്കും പോലെ ഉണ്ടല്ലോ. ശരിക്കാരെ വേറെ ആരെ വെച്ചല്ലേ ഇത്? ആശയിച്ചാ വെച്ച. നബീസ് നൈസില് 2 കോരിയും കൊണ്ട് വന്നതാ. ക്രെഡിറ്റ് എടുക്കുവേ അല്ലേ? ഇത് കുഞ്ഞാലിക്കാന്റെ അനിയന്റെ പോലെയാണ് കേട്ടോ. നിങ്ങൾ വരുന്നതിനും ഹമീദ് അത് തന്നെ. ഇപ്പം പുരയിൽ ഇതാ നല്ല TV-ൻ്റെ ഇതൊക്കെ വെക്കുന്നുണ്ട്. അതെ, ഇതാണ് മിസ്റ്റർ ഗിരീശൻ സാർ. നിങ്ങളെ വീട് എവിടെയാ? ആ, നിങ്ങൾ ഈ മൾട്ടിവുഡിന്റെ വർക്ക് അല്ലല്ലേ? ശരി, അടിപൊളി. ആ, ഫ്ലഗ് അല്ലേ കൊടുത്തിട്ടില്ലേ? ലൈറ്റ് കത്തുവാ? ആ ഇല്ലെങ്കിൽ ലൈറ്റും ഉണ്ടാവും. ആ ശരി. ഇത് എത്ര ഇഞ്ചാ TV? 41 അല്ലേ? അതെ. അപ്പൊ അത് സെറ്റായി. നബീസ് എന്ത് ഞാനൊന്നും ആക്കുന്നില്ല. ഞങ്ങൾ തന്നോ? ചോറ് ഞാൻ എടുത്തിക്കില്ല. ഞങ്ങളെ മുഖം മാത്രമേ എടുത്തിക്കുള്ളൂ. ചോറ് എടുക്കുന്നില്ല. പിന്നെ ഞാനൊരു കവർ വയ്യാപ്പുറത്ത് കൊടുത്തരാം. നിങ്ങള് നൈസായിട്ട് ബൈക്ക് നിന്നാലോ അല്ലേ? കാറിന് ഇവിടെ എടുക്കട്ടെ? പേരിക്കില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെ ഇവിടെ ഉള്ളത് ഇവരെല്ലാം ക്യാമറ കണ്ടാ ഓടുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോ ഞാളെ വിളിക്കരുത്, അതാണ് അല്ലേ? ഏറ്റാ ചേച്ചി ഇപ്പൊ സെറ്റല്ലേ? വെറുതെ ഇട്ടോണ്ട് എടുക്കുന്ന ഇതാണ് ആസി ചേട്ടാ. ബിരിയാണിയും മന്തിയും സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ അല്ലേ? അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ മൊത്തം. ഇനിയും കുറെ ആൾക്കാർ പോയില്ലേ? കുറച്ച് ആൾക്കാരെല്ലാം പോയി കളിക്ക്. അപ്പൊ ഇവരെല്ലാം ഇവിടുത്തെ ഇവിടെ പൊരപ്പേരുന്ന കുഞ്ഞാലിക്ക തെക്കയില്ല കിഴക്ക്. ഇതാണ് ഇവിടുത്തെ ഉമ്മാമന്റെ പേരെന്തേനോ? ഖദീജ. അതെ. അപ്പൊ ഇത് ആസിച്ചാൻ അനിയത്തിയാണ് കേട്ടോ. നമ്മളെല്ലാ വീഡിയോയും കാണുന്നതാണ്. ഇതാ ഇപ്പം വന്നതാണ് ഇവിടെ. മോനും ഒക്കെ ഉണ്ട്. ഇതാ ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. നമ്മളിവിടുന്ന് ഇത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ പുറത്തായി കുട്ടാപ്പി. ഇപ്പം ആവേ നമ്മൾ പുറത്തായി. ഓല് സെൽഫി എടുക്കുന്ന, ഓല് ഫോട്ടോ വെക്കുന്ന. കുട്ടാപ്പി നമ്മളെന്തായാലും ഇതാ നമ്മളിവിടെ അങ്ങനെ നിൽക്കുക. ഒരു ഫോട്ടോ വയ്ക്കുന്ന. അപ്പോൾ ആയിക്കോട്ടെ, ഓക്കെ പോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ നാദാപുരം പിന്നെ കുഞ്ഞാലിക്കാൻ്റെ വീട്ടിൽ വന്നതുമാണ്. പിന്നെ വേറൊരു കാര്യം തന്നെ, മിന്നു പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് ഒരു നേർച്ച നേർന്നീനും ഇവിടെ പെരിങ്ങത്തൂരുള്ള മക്കാമ് ഇവിടെ ജാറം മൂടു എന്നുള്ള. അപ്പോൾ അവരുമ്മക്ക് വേണ്ടി നേർച്ച നേർന്നയാണ്. അപ്പോൾ അതിന് വന്നെയാണ്. അപ്പോൾ ജാറം മൂട് അങ്ങനെ നേർച്ച സ്ഥലത്ത് ഇവിടെ ഉള്ളത്, മക്കാമിലാണ് ഉള്ളത് അല്ലേ ഇന്നോ? അപ്പോൾ വാവേനെയും കൂട്ടിയിട്ട് നമുക്ക് മക്കാമ് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മക്കാം ഷെരീഫ്. നല്ല ഇതാ കുളമൊക്കെ ഉണ്ട്. ഇവിടെ വന്ന പോലെ ഉണ്ടോ പെരിങ്ങത്തൂർ? ഓ അപ്പൊ ഗൈസ്, ഞങ്ങളുടെ നാദാപുരം പോയിട്ട് ഇങ്ങനെ എത്തി കേട്ടോ. എമിക്കുറ്റനും വാപ്പി ഉമ്മി എത്തിക്കേ ഇൻ്റെ. അപ്പോൾ
നാദാപുരം. അപ്പോൾ നാദാപുരത്തെ സ്നേഹം ഭയങ്കര തന്നെയാണ് കേട്ടോ. നാദാപുരം കാർ ഒരു രക്ഷയില്ല. ഞങ്ങളവിടെ ഒരു മക്കാമ പോയിനു, നിങ്ങൾ കണ്ടില്ലേ? ആ മക്കാമിന് എത്ര ആളാ വന്ന് സംസാരിച്ചതെന്നോ. കാറിൽ പിന്നെ പയ്യന്നെ വന്നിട്ട് ഒരാൾ കല്യാണം വിളിച്ചേക്ക് 25-ാം തീയതി. ഇൻഷാ അല്ലാഹ് ആ കല്യാണത്തിന് പോകണം കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് മാക്സിമം പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത്ര പോലും ഭയങ്കര സ്നേഹം കേട്ടോ നാദാപുരംകാർക്ക്. ഇല്ല കുറ്റാപ്പിയെ ഭയങ്കര സ്നേഹമുണ്ട് അല്ലേ? ഇനി മൂറ്റ വെച്ചിക്കില്ലേ വാപ്പിൻ്റെ മേറ്റ്? അത് ഉഷാറായിക്ക്. പമ്പേഴ്സ് ലീക്കായി. അതെന്താ ഈ പമ്പേഴ്സ് ലീക്കാന്നേ? എൻ്റെ ഇടുത്തത്തിൻ്റെ പ്രശ്നമല്ല. ഇനി പറഞ്ഞ പോലെ നല്ലവനെ മേറ്റായിക്ക്. വാപ്പിൻ്റെ മേറ്റ് മൂറ്റ വെച്ച് എന്നൊക്കെ. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നാദാപുരംകാരുടെ സ്നേഹം ഒരു രക്ഷയില്ല കേട്ടോ. വാവയ്ക്ക് എല്ലായിടത്തും പൈസ എല്ലാം കിട്ടിയേക്ക്. ഞാൻ ഇനി വാവേനെയും കൂട്ടി ഇടക്കിടക്ക് നാദാപുരം പോകും. അവിടെ ചെറിയ മക്കൾ പോയാൽ അവർക്ക് പൈസ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ട് അവിടെ അല്ലേ? ഇനി വേറെ എവിടെയും കണ്ടിക്ക അങ്ങനെ. അപ്പം മക്കളുള്ള പോലെല്ലാം നാദാപുരത്തേക്ക് വിട്ടു കേട്ടോ. ഓരോ കുടുംബ വീട്ടിലെല്ലാം കാര്യാൽ പൈസ കിട്ടും, നല്ലൊരു സംഖ്യ. ആ അല്ലല്ല, അത് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് നമ്മളെ തമാശ പറയുന്ന അറിയാലോ. എന്നാലും അങ്ങനെയല്ല പറയാം. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ട് ബാബക്ക് പൈസ തന്നു. ഓന് അവൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് കാണിച്ചു തരാ പൈസ ഇതാ. അപ്പൊ നാദാപുരംകാരോട് അല്ലോ ഇവ മൂറ്റ വെച്ചിട്ടാണ് നീ പോനാ. ഇതെന്താ കഴിച്ചെന്നെ? എന്നാ പിന്നെ ആയിക്കോട്ടെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.